നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രണയം, വിവാഹം, ഭർത്താവ്, ആത്മസുഹൃത്ത്, ഇതിപ്പോൾ കട്ട ചങ്സുകളുടെ കാലഘട്ടമാണ്. ഭർത്താവിനേക്കാൾ മറ്റു ചില യുവാക്കളുമായി ആത്മബന്ധത്തിനൊരുങ്ങുന്ന ചില സ്ത്രീകൾ. പെരിങ്ങമല ഇടിഞ്ഞാർ കൊന്നമൂട് ആദിവാസി നഗറിൽ ശശിധരൻ കാണി ഷീജ ദമ്പതികളുടെ മകൾ ഇന്ദുവെന്ന 25-കാരി നന്ദിയോട് ഇളവട്ടത്തെ ഭർതൃഗ്രഹത്തിൽ തൂങ്ങി മരിച്ച സംഭവം. ഭർത്തൃപീഡനം, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള മർദ്ദനം എന്നൊക്കെയാണ് ആദ്യം നമ്മൾ അറിഞ്ഞത്. ഇന്ദുജ തൂങ്ങി മരിച്ചതിന് തൊട്ടു പിന്നാലെ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് ചോദ്യം ചെയ്തു. പിന്നീട് അയാളെ അറസ്റ്റ് ചെയ്തു. ഇന്ദുജയ്ക്കൊപ്പം പഠിച്ച അഭിജിത്തിനും പ്രായം 25 വയസ്സ്. പോലീസ് കസ്റ്റഡിയിലെടുത്ത അഭിജിത്തിനെ വേണ്ട വിധമൊന്ന് പോലീസ് ചോദ്യം ചെയ്തു. അപ്പോൾ അഭിജിത്ത് പറയുന്നു, താനല്ല, ഇന്ദുജയെ മർദ്ദിച്ചത് അജാസാണ്. ഇന്ദുജയുടെ മരണത്തിൽ അജാസിന്റെ സാന്നിധ്യം ഒടുവിൽ കേസിന് വഴിത്തിരിവായി. ഇപ്പോഴത്തെ ഭർത്താവ് അഭിജിത്തിന്റെയും ഭർത്താവിന്റെ സുഹൃത്തായ അജാസിന്റെയും പേരിൽ ഭർതൃപീഡനം, ശാരീരിക പീഡനം, ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം, തെറ്റിദ്ധാരണ ജനിപ്പിക്കൽ, ഗൂഢാലോചന, മാനസിക പീഡനം എന്നീ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു. അജാസിന്റെ പേരിൽ SC/ST പീഡനം കൂടി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അഭിജിത്തും ഇന്ദുജയും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ദുജയുടെ സുഹൃത്തുക്കളെ ബന്ധപ്പെടുത്തി ഇവർക്കിടയിൽ വാക്കുതർക്കങ്ങൾ പതിവായിരുന്നു. അഭിജിത്തിന് ഇന്ദുജയെ വല്ലാത്ത സംശയം. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ മറ്റൊരു ട്രയാങ്കിൾ ചുഴിയിൽ ഇന്ദുജ പെട്ടു. അഭിജിത്തും അജാസും ഇന്ദുജയുടെ സഹപാഠികളാണ്. ഇന്ദുജ അഭിജിത്തുമായി 2 വർഷത്തിലേറെ കട്ട പ്രണയത്തിലും. ഇതിനിടയിൽ സംശയജനകമായ പല സംഭവ വികാസങ്ങളും. ഒരിക്കൽ അജാസിൻ്റെ ഓഫീസിൽ നിന്ന് ഇന്ദുജയുടെ വീട്ടിലേക്ക് ആരോ ഫോൺ വിളിച്ച് ചോദിച്ചു അജാസും ഇന്ദുജയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞോ എന്ന്. അന്ന് വൈകിട്ട് ഇന്ദുജയെ കാണാതായി. പിന്നീട് ആ വീട്ടുകാർ തിരിച്ചറിയുന്നു ഇന്ദുജ പോയിരിക്കുന്നത് അഭിജിത്തിനൊപ്പമാണ്. എന്നാൽ പുറം ലോകത്തൊക്കെ ആളുകൾ സംസാരിച്ചത് അജാസുമായി ഇന്ദുജ പ്രണയത്തിലെന്ന്. ഏറ്റവും ഒടുവിലിത ഇന്ദുജയുടെ മരണത്തിന് കാരണമായത് അജാസ്. അഭിജിത്ത് സ്വന്തം വീട്ടിൽ അജാസിന് വലിയ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഇന്ദുജയുമായി അടുത്തിടപഴകാനുള്ള അവസരമൊക്കെ അഭിജിത്ത് തന്നെയാണ് അജാസിന് ഒരുക്കി കൊടുത്തത്. ഇന്ദുജയുമായി വല്ലാത്ത ആത്മബന്ധമുണ്ടായിരുന്നു അജാസിന്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്, ഒരുപാട് സമയം സംസാരിക്കാറുണ്ട്. ഫോണിലൊക്കെ അജാസുമായി ദീർഘനേരം ഇന്ദുജ സംസാരിക്കാറുണ്ട് എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച അജാസ് അഭിജിത്തിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ മുകൾ നിലയിലെ മുറിയിലിരുന്ന് ഇന്ദുജ മറ്റാരോ ആയി ഫോണിൽ സംസാരിക്കുന്നു. മറ്റൊരു യുവാവുമായാണ് ഇന്ദുജ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അജാസ് പെട്ടെന്ന് ഫോൺ തട്ടിപ്പറിച്ചു. തുടർന്ന് അജാസ് തന്നെ ഇക്കാര്യം അഭിജിത്തിനോട് പറഞ്ഞു. ഇതിനുശേഷം അജാസ് ഇന്ദുജയെ കാറിൽ കയറ്റി ശംഖുമുഖത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞ് ഇന്ദുജയെ ക്രൂരമായി അജാസ് മർദ്ദിച്ചു. രാത്രിയാണ് ഒടുവിൽ ഇന്ദുജയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്ന് വിടുന്നത്. പിന്നീട് വീട്ടിലെത്തിയതിനു ശേഷം ഇന്ദുജയും അഭിജിത്തും തമ്മിൽ കട്ട വഴക്ക്. ഒടുവിൽ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ഇന്ദുജ അജാസിനെ വിളിച്ച് താൻ ജീവനൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഇക്കാര്യം അജാസ് അഭിജിത്തിനെ അറിയിച്ചു. അഭിജിത്ത് വീട്ടിലെത്തുമ്പോൾ ഇന്ദുജയെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു. ഇന്ദുജയെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അജാസും അവിടെ എത്തിയിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇന്ദുജ മരിക്കുന്നതിന് മുൻപ് ആരെയോ ഫോൺ ചെയ്തതായി അഭിജിത്തിന്റെ അമ്മ പറഞ്ഞിരുന്നു പോലീസിനോട്. ഇതനുസരിച്ചുള്ള പരിശോധനയിലാണ് ഇന്ദുജ അവസാനമായി വിളിച്ചത് അജാസിനെയാണ് എന്ന് പോലീസിന് മനസ്സിലായത്. കസ്റ്റഡിയിലെടുത്ത അഭിജിത്ത് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഇന്ദുജയും അജാസും തമ്മിൽ ആത്മബന്ധമുണ്ട്. മരിക്കുന്നതിന് 3 ദിവസം മുൻപാണ് അജാസ് ഇന്ദുജയെ ശംഖുമുഖത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതെന്നും അഭിജിത്ത് പറഞ്ഞു. ആദ്യം ഇക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായി അജാസ് നിഷേധിച്ചിരുന്നു. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ എല്ലാം പോലീസിന് മുന്നിൽ തുറന്നു പറഞ്ഞു. തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. അഭിജിത്തിൻ്റെയും അജാസിൻ്റെയും പേരിൽ ഭർതൃപീഡനം, ശാരീരിക പീഡനം, ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം എന്നീ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസുമെടുത്തു. മുൻപ് ഗാർഹിക പീഡനം ആരോപിച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും തെളിവില്ലെന്ന് പറഞ്ഞ് ആ പരാതികളൊക്കെ അവഗണിക്കുകയായിരുന്നു. ഇന്ദുജയുടെ ആത്മഹത്യയിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഇന്ദുജയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്ത നിലയിലാണ് പോലീസിന് കിട്ടിയത്. 2ാം പ്രതി അജാസാണ് ഇന്ദുജയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തത്. തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഫോൺ അജാസ് ഫോർമാറ്റ് ചെയ്തത്. ഈ ഫോണിൽ ഇന്ദുജ അജാസിനെ ദീർഘനേരം ഫോൺ ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവുകളുണ്ടാവാമെന്ന് പോലീസ് കണക്ക് കൂട്ടുന്നു. ഇന്ദുജയും അജാസും തമ്മിലുള്ള ആത്മബന്ധം തന്നെയാണ് ഇന്ദുജയുടെ മരണത്തിൽ കലാശിച്ചത്. അഭിജിത്തുമായുള്ള വിവാഹം കഴിഞ്ഞ് വെറും 3 മാസം മാത്രം. ഇതിനിടയിൽ കൂടെ പഠിച്ച സുഹൃത്തിനെ ഒപ്പം ചേർത്ത് ആത്മബന്ധം പുലർത്തുന്നു.
അയാൾക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്നു വ്യക്തിജീവിതത്തിൽ. ഇന്ദുജയ്ക്ക് അഭിജിത്തുമായുള്ള പ്രണയത്തെക്കുറിച്ച് പോലും ഇന്ദുജയുടെ വീട്ടിൽ വലിയ അറിവൊന്നുമുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് വീട്ടുകാർ പോലും ഇക്കാര്യം അറിഞ്ഞത് എന്ന് ഇന്ദുജയുടെ വീട്ടുകാർ പറയുന്നു. ഇന്ദുജ സ്വയം തൂക്കി ഭരിച്ചതാണോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് ഇന്ദുജയുടെ വീട്ടുകാർക്ക്. അഭിജിത്ത് ആദ്യം പറഞ്ഞത് താൻ ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ മുറിയിലെ ജനലിൽ തൂകിയ നിലയിൽ ഇന്ദുജയെ കണ്ടെത്തുകയായിരുന്നുവെന്ന്. എന്നാൽ അജാസിനെ ചോദ്യം ചെയ്തപ്പോൾ ഇന്ദുജ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട്, നീ ഓടിച്ചെല്ലണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത്ത് വീട്ടിലേക്ക് ചെന്നത് എന്ന് അജാസ് മൊഴി കൊടുത്തു. സംഭവം ആത്മഹത്യയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. 2.5 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 3 മാസം മുൻപ് അഭിജിത്തിനെ വിവാഹം കഴിക്കുന്നു. എന്നാൽ അജാസുമായി ആത്മബന്ധം. ഇത്തരം ട്രയാങ്കിൾ ചതിക്കുഴികളെക്കുറിച്ച് തികഞ്ഞ അവബോധമുണ്ടാകണം പുതുതലമുറയ്ക്ക്. കോളേജിലൊക്കെ പഠിച്ച് കട്ടച്ചങ്സായി പുറത്തിറങ്ങുന്ന പലരുടെയും ഇത്തരം ദുരനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇന്ദുജയുടെ വിവാഹത്തെക്കുറിച്ച് മറ്റു ചില കഥകളൊക്കെ ഇപ്പോൾ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. യുവതലമുറയുടെ പല ബന്ധങ്ങളും ഇത്തരത്തിലുള്ള പ്രഹേളികകളായി മാറുന്നു. ഇന്ദുജയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ യഥാർത്ഥ കാരണം അജാസിന്റെ ഇടപെടൽ തന്നെ. ഒപ്പം അഭിജിത്തിന്റെ സ്വഭാവ വൈചിത്രങ്ങളും. വല്ലാത്തൊരു ലോകം, അല്ലാതെ എന്ത് പറയാൻ. കൂടുതലൊന്നും ഈ വാർത്തയിൽ നമുക്ക് വിസ്തരിക്കാനുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.